നമ്മുടെ സമൂഹത്തിൽ ഒരു കുഞ്ഞ് ഉണ്ടാകാതിരിക്കുക, കുഞ്ഞുണ്ടാകുമ്പോൾ ഒരുപാട് വൈകല്യം ഉണ്ടാകുക, ഇതൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണഗതിയിൽ ഭർത്താക്കന്മാർ ആദ്യം പഴിക്കുന്നത് ഭാര്യമാരെയാണ്, അമ്മമാരെയാണ്. എന്തിനേറെ പെൺകുഞ്ഞുങ്ങളുണ്ടായാൽ തന്നെ അത് സ്ത്രീകളുടെ കുഴപ്പമാണെന്നും പറഞ്ഞ് അമ്മായിമ്മയും അമ്മായച്ചനും ആ മരുമകളെ പീഡിപ്പിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയുടെ. ആ ഒരു സമയത്ത് ഇങ്ങനൊരു കുട്ടി ജനിക്കുന്നു. 2 കൈയില്ല, ഒരു കാലിന് തന്നെ അംഗവൈകല്യം, ആകെയുള്ളത് ഒരു കാല്, ചെറിയൊരു ഉടൽ. ഈ ഒരു പശ്ചാത്തലത്തിൽ സത്യം പറയാവുള്ളൂ, സത്യം മാത്രം. എന്തായിരുന്നു കൺമണിയുടെ അച്ഛൻ്റെ പ്രതികരണം? കൺമണിയുടെ അച്ഛൻ എന്നേക്കാളും കൂടുതൽ വിഷമം കൺമണിയുടെ അച്ഛന്. കൺമണി ഇങ്ങനെ ആയതിലുള്ള വിഷമം കൂടുതലും. ആ വിഷമം എപ്പോഴെങ്കിലും ഒരു ദേഷ്യമായിട്ട് രേഖയ്ക്ക് തോന്നിയോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല ഇല്ല, രേഖയോട് ഒരു തരത്തിലും ഇല്ല, ഒരു തരത്തിലും ദേഷ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ എപ്പോഴാണ് തീരുമാനിച്ചത് നമുക്ക് ഈ കുട്ടിയെ നന്നായി വളർത്താം, ഈ കുട്ടി നമുക്ക്? ഞാൻ എൻ്റെ 9ാം മാസമായപ്പോഴാണ് മോൾക്ക് ഇങ്ങനെ ഒരു ചെറിയ വൈകല്യം ഉള്ളതായിട്ട് ഞങ്ങൾ അറിയുന്നത്. അന്നേരം ഞങ്ങൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് അബോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പം ഹസ്ബൻഡ് പറഞ്ഞത് ചിലപ്പോൾ ഇച്ചിരി പ്രശ്നമല്ലേ കാണത്തുള്ളൂ, വേണ്ടെന്ന് പറഞ്ഞത്. ഈ കുട്ടിയെ നിങ്ങൾ കളയാൻ വേണ്ടി ആലോചിച്ചല്ലേ? ഞങ്ങൾ ആലോചിച്ചില്ല, ഡോക്ടർമാർ ഉപദേശിച്ചു. പക്ഷെ അപ്പോഴും രേഖ ആടി കളിച്ചിട്ടുണ്ടോ? കേട്ടോളൂ മുഴുവൻ ഈ അമ്മയുടെ കുരുത്തക്കേടുകൾ. എന്നിട്ട് ഒന്ന് ആടിക്കളിച്ചു. അച്ഛൻ ഒരു പക്ഷേ വേണ്ട എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ വേണമെങ്കിൽ രേഖ വേണമെങ്കിൽ അതിൽ സമ്മതിച്ചേക്കാം. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല ഇല്ല, കാരണം ഞങ്ങൾക്ക് 5 വർഷത്തിന് ശേഷമുള്ളത് ഞങ്ങളുടെ കൺമണി ഞങ്ങൾക്ക്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ഓക്കെ, അപ്പം ചെറിയൊരു അംഗവൈകല്യം ഉണ്ടാവുള്ളൂ എന്ന് ആശ്വസിച്ചു. പക്ഷേ ജനിച്ച് വീണ് കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന അംഗവൈകല്യമായി. അതെ. ആ സമയത്ത് എന്തായി? അച്ഛനെന്ന് പറഞ്ഞു. അച്ഛൻ ഭയങ്കര ഷോക്കായിരുന്നു. എന്നേക്കാളും കൂടുതൽ ഷോക്ക് അടിച്ചത് അച്ഛനായിരുന്നു. കാരണം ഒരു കുഞ്ഞുങ്ങളുടെ ആഗ്രഹം കൂടുതൽ എന്നേക്കാളും കൂടുതൽ അച്ഛനായിരുന്നു. ഇത്രയും വർഷം ഇല്ലാതിരുന്നപ്പോൾ ഒത്തിരി വിഷമിച്ചിട്ട് എന്നേക്കാളും കൂടുതൽ അച്ഛനായിരുന്നു വിഷമം. അതുകൊണ്ട് ഈ ഒരു അവസരം വന്നപ്പോഴും അച്ഛനായിരുന്നു ഒത്തിരി ദുഃഖം. രേഖയ്ക്ക് പയ്യെ ഇവളിൽ അഭിമാനം തോന്നി തുടങ്ങി. അതും എത്രയോ വർഷങ്ങൾക്ക് ശേഷം, ഒരു 5-6 വർഷം കഴിഞ്ഞ ശേഷമാണ് അഭിമാനം തോന്നി തുടങ്ങിയത്. അച്ഛനെപ്പോൾ തോന്നി തുടങ്ങി? ആരാണിത് കണ്ടുപിടിച്ച് ഈ അത്ഭുത സിദ്ധികളുള്ള ഒരു കുഞ്ഞാണിതെന്ന് എങ്ങനെ കണ്ടു? കൂടുതലും ഞാൻ തന്നെയാണ് അവളെ വളർത്തിയത്, മുഴുവനും ഞാൻ തന്നെ. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ പ്രതികരണം എന്തായിരുന്നു? അച്ഛൻ എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു. അച്ഛൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് കാര്യമാണെങ്കിലും എന്തിനും അച്ഛൻ തയ്യാറാകുന്നുണ്ട്. ഇപ്പം തന്നെ ആണെങ്കിലും പ്രോഗ്രാമിന് പോകാനാണെങ്കിലും അച്ഛൻ തയ്യാറാകുന്നതുകൊണ്ടല്ലേ എനിക്ക് വരാൻ പറ്റുന്നത്. അതുകൊണ്ട് അച്ഛൻ നല്ല സപ്പോർട്ടാണ്. എന്തായാലും കൺമണി, അച്ഛൻ വളരെ ദൂരെയാണ്, ഗൾഫിലാണ്. അച്ഛൻ ഈ പരിപാടി ടെലിവിഷനിൽ കാണുന്നുണ്ടാവും. അമ്മയ്ക്ക് വേണ്ടി നമ്മളൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നീ അച്ഛനൊരു പാട്ട് പാടിയില്ല എന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര സങ്കടമായിരിക്കും. ഒരു പാട്ട് അച്ഛന് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പനിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ദൂരെയുള്ള അച്ഛൻ ഇങ്ങനെ കേട്ട് ആനന്ദിക്കുന്നുണ്ടാവും. സുഹൃത്തുക്കളെല്ലാം കൂട്ടി കാണും, ഇതാണ് എൻ്റെ മകൾ കൺമണി എന്ന് പറയും.
കൺമണിക്ക് നല്ല സ്ട്രെങ്ത് ഉള്ളൊരു ഏരിയയാണ് കവിത. കവിത എല്ലാ കവിതകളും വായിക്കും, കവിതകൾ ഉറക്കെ ചൊല്ലും. ഒരു കവിതയും കൂടെ നമുക്കാകാം. രേണുകേ നീരാഗരേണുക്കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേ തോന്നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലയ്ക്കുമറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്തു വിരഹമേഘ ശ്യാമഘനഭംഗികൾ. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു നീർക്കശില പോലെ നീ വറ്റി വറുതിയ ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. നാളെ പ്രതീക്ഷതൻ കുങ്കുമ പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. രേണുകേ നാം രണ്ടു നിഴലുകൾ, ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ. പകലിൻ്റെ നിറമാണു നമ്മളിൽ നിനവും നിരാശയും.